നമസ്കാരം. ബിജു ചെറിയാൻ മണലേത്ത്, ദ ഇൻഡ്യൂട്ടീവ് വിസ്ഡം മാസ്റ്റർ മൈൻഡ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ദ ലോ ഓഫ് ഡിവൈൻ വൺനെസ് എങ്ങനെ നമ്മുടെ ബിസിനസ്സിലും സെയിൽസിലും പ്രയോജനപ്പെടുത്താമെന്ന് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ രണ്ടാമത്തെ നിയമമായിട്ടുള്ള ദ ലോ ഓഫ് വൈബ്രേഷൻ നമ്മുടെ സെയിൽസിലും ബിസിനസ്സിലും എങ്ങനെ ഉപയോഗിക്കാം, അവ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് നമുക്ക് പഠിക്കാം. എന്താണ് ഈ ലോ ഓഫ് വൈബ്രേഷൻ എന്ന് പറയുന്നത്? അതായത് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുവകകളും സ്ഥായിയായിട്ട് അല്ലെങ്കിൽ നിശ്ചിത അവസ്ഥയിൽ ഒരിക്കലും നിൽക്കുന്നില്ല. അവ ഒരു ഫ്രീക്വൻസിയിലാണ്, അല്ലെങ്കിൽ അവ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള വ്യക്തിക്കോ അല്ല കുറഞ്ഞ ഫ്രീക്വൻസിയിലുള്ള ഒരു വസ്തുവിനോ അതേ ഫ്രീക്വൻസിയിലുള്ളതിനെ മാത്രമേ ആകർഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അതായത് ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള വസ്തുവിനോ ആളുകൾക്കോ അതേ ഉയർന്ന ഫ്രീക്വൻസിയിലുള്ള വസ്തുവകകൾ മാത്രമേ ആകർഷിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, സ്നേഹം എന്ന് പറയുന്ന വികാരം അത് പ്രാവർത്തികമാക്കണമെങ്കിൽ സ്നേഹത്തിന്റെ ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നന്മയാണ് നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ അത് നന്മയുടെ ഫ്രീക്വൻസിയിൽ വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന ലോ ഓഫ് വൈബ്രേഷൻ എങ്ങനെ സെയിൽസിലും ബിസിനസ്സിലും പ്രയോജനപ്പെടുത്താമെന്ന് നമുക്ക് പഠിക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എനർജറ്റിക് അലൈൻമെന്റ് ആണ്. അതായത് ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് നമുക്കറിയാം. നമ്മുടെ ബിസിനസ്സിലായിക്കോട്ടെ സെയിൽസിലായിക്കോട്ടെ നമ്മുടെ ഉപഭോക്താവിന്റെ ഫ്രീക്വൻസി, അവരുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ പെരുമാറ്റവുമായിട്ട് വളരെയധികം യോജിച്ചു കൊണ്ടുവരേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അത് നമുക്ക് പലപ്പോഴും അറിയാം, നമ്മൾ ഇടപെടുന്ന ആളുകളാണേലും നമ്മൾ ഇടപെടുന്ന വ്യക്തികളിലാണെങ്കിൽ പോലും പലപ്പോഴും നമുക്ക് അവർ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അവരുടെ നീഡ്, ആവശ്യങ്ങളൊക്കെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ തീർച്ചയായിട്ടും ഒരേ ഫ്രീക്വൻസിയിൽ വന്നെങ്കിൽ മാത്രമേ അത് രണ്ടു കൂട്ടർക്കും പ്രയോജനപ്പെടുകയുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജി ഇൻ സെയിൽസ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നു. അതായത് നമ്മൾ ഇടപെടുന്ന നമ്മുടെ ക്ലയൻസ് ആയിക്കോട്ടെ, ഉപഭോക്താക്കളായിക്കോട്ടെ, കൺസ്യൂമേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ അവർക്ക് പോസിറ്റീവ് എനർജി കൊടുത്തെങ്കിൽ മാത്രമേ അവരിൽ നിന്ന് അതേ ഫ്രീക്വൻസിയിലുള്ള പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പം ഈ പറയുന്ന വിൻ വിൻ സിറ്റുവേഷൻ, രണ്ടു കൂട്ടരുടെയും വിൻ വിൻ സിറ്റുവേഷനിലെ ആ ഫ്രീക്വൻസി വർക്കായെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും അവിടെ ഒരു പർച്ചേസിംഗ് നടക്കുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും പോസിറ്റീവ് എനർജി എന്ന് പറയുന്ന വൈബ്രേഷനിൽ നമ്മൾ ട്രാവൽ ചെയ്യുകയും അത് ഉപഭോക്താവിനും നമ്മൾക്കും പ്രയോജനമാകുന്ന രീതിയിൽ നമ്മൾ അവരെ ഡീല് ചെയ്യുകയും വേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒതന്റിസിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി എന്നുള്ളതാണ്. അതായത് വിൽപ്പനയിൽ ഒരു ആധികാരികതയും സമഗ്രതയും ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ഇടപെടുന്ന നമ്മുടെ ക്ലയൻസ്, നമ്മുടെ ഉപഭോക്താക്കൾ, ഇവരുമായിട്ട് നമ്മൾ ഒരു ദീർഘകാല ബന്ധം, ഒരു ആധികാരികമായ ബന്ധം നമുക്ക് സാധിച്ചെടുത്തെങ്കിൽ മാത്രമേ ഈ ബിസിനസ് മുന്നോട്ട് പോകുകയുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഒരു കൂട്ടായിട്ടുള്ള പ്രവർത്തനം, അവരുടെ അതേ ഫ്രീക്വൻസിയിൽ അതേ വൈബ്രേഷനിൽ നമുക്ക് സർവീസ് കൊടുക്കുവാനായി കഴിയണം. അത് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ബിസിനസ്സിനെ അത് മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. ഈ പാഠങ്ങൾ ജീവിതത്തിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം.